അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഒരു പുതിയ ജിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് ഈ മൗലവി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ജിദ്ദയിൽ ജോലി ചെയ്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ശരീരം മുഴുവനും ചൊറിഞ്ഞിട്ട് വാപ്പയോ ഉമ്മയോ ഉറക്കമൊഴിഞ്ഞിരിക്കും മാന്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കൽ എന്റെ അടുത്ത് വന്നപ്പോ ഞാൻ കുറച്ചൊക്കെ ഖുർആൻ ഓതി നോക്കി, പക്ഷെ അതുകൊണ്ട് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം അവസാനം ഈ ബഹുമാനനായ യുസുർ റഹ്മാൻ സാഹിബിന്റെ അടുത്ത് കൊണ്ടുവന്നു. അദ്ദേഹം ഓതി കഴിഞ്ഞപ്പോ കുട്ടി ജപ്പാൻ ജിന്നാണ് കുട്ടിയെ ബാധിച്ചിരിക്കുന്നത് മനസ്സിലായി. നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരും. അപ്പൊ ഇത് പരീക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്ത് നെറ്റിൽ നിന്നും ജപ്പാൻ ഭാഷയിലുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻ എടുത്ത് കുട്ടീനെ കൊണ്ട് വായിപ്പിച്ച് കുട്ടി അർത്ഥം പറഞ്ഞു. ഇന്ന് വരെ ആ കുട്ടി ജപ്പാൻ ഭാഷ പഠിച്ചിട്ടില്ല, ഒരു ലിപി പോലും കുട്ടി പഠിച്ചിട്ടില്ല. അപ്പോൾ ഖുർആന്, ദിക്ർ, സ്വലാത്ത് എന്നിവ കൊണ്ടൊക്കെ മന്ത്രിക്കുന്നത് അത് സുന്നികൾ ചെയ്യുമ്പോൾ ഷിർക്കാണ്. സലഫികളാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല. ഇനി ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ജിന്ന് അത് ജപ്പാനിൽ നിന്ന് വന്ന ഒരു ജിന്നാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഖുർആൻ അറബി ടു ജാപ്പനീസ് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് കുട്ടിയോട് വായിക്കാൻ പറയുന്നു. കുട്ടി, ഒരു അക്ഷരം പോലും ജപ്പാനീസ് ഭാഷ അറിയാത്ത കുട്ടി അത് ക്ലിയറായിട്ട് വായിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായി എന്ത്? കുട്ടിയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ജിന്ന് അത് ജപ്പാനിൽ നിന്ന് വന്ന ജിന്നാണ്. പുതിയ ജിന്ന് എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം അതാണ്. പുതിയ ജിന്ന് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള ജിന്നാണ്. ഇനി ഈ മൗലവി പറയുന്നുണ്ട് ജപ്പാനീസ് ഭാഷയാണ് വായിക്കാൻ പറയുന്നത്. ഇനി മൊബൈലിൽ അറബി ടു ചൈനീസ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ചൈനീസ് ഭാഷ ആ കുട്ടിയോട് വായിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ആ കുട്ടി അതും വായിച്ചു കൊടുക്കും. ഇനി അറബി അതുപോലെ തന്നെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ തമിഴ് ആ കുട്ടിയെ കൊണ്ട് വായിപ്പിച്ചാൽ ഒരു പക്ഷേ അതും ആ കുട്ടി വായിച്ചു കൊടുക്കും. അപ്പോൾ ആദ്യം തന്നെ ഇവർ ജപ്പാനിൽ നിന്നാണ് എന്നിവർക്ക് എങ്ങനെ മനസ്സിലായി? ഒരു പക്ഷേ ചൈനീസ് ഭാഷ കാണിച്ചു കൊടുത്തിട്ട് അത് വായിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ആ കുട്ടി വായിക്കൂലേ? അല്ലെങ്കിൽ തമിഴ് കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടിയോട് പറഞ്ഞാൽ ഒരു പക്ഷേ ആ തമിഴും ആ കുട്ടി വായിക്കും. അപ്പോൾ അതൊരു അണ്ണാച്ചിയാണ് അല്ലെങ്കിൽ ചൈനക്കാരനാണ് എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ ഇവർ ഈ ചികിത്സയെ ഇവർ വേണ്ട വിധം ഇവർ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർ ചെയ്യുമ്പോൾ അതിന് യാതൊരു കുഴപ്പവുമില്ല. എന്നിട്ട് അവസാനം മൗലവി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ പലർക്കും ചിരി വരുന്നു. എങ്ങനെ ചിരി വരാതിരിക്കും?